രഞ്ജിതയുടെ സഹോദരൻ ഇന്ന് അഹമ്മദാബാദിലേക്ക് തിരിക്കും. DNA പരിശോധനയ്ക്കായി രതീഷ് ഇന്ന് അഹമ്മദാബാദിൽ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. മിഥുൻ മുരളിയിലേക്ക്. മിഥുൻ, രതീഷിന് അഹമ്മദാബാദിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രാ ക്രമീകരണങ്ങളൊക്കെ ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളോട് പ്രതികരിച്ച കേരള സമാജം പ്രസിഡന്റൊക്കെ പറഞ്ഞത് ഈ രതീഷുമായി ബന്ധപ്പെട്ടിരുന്നു. അവിടെ എത്തിക്കഴിഞ്ഞാൽ വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും അവരുടെ ഭാഗത്തു നിന്നും ഉറപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴായിരിക്കും നാട്ടിൽ നിന്നും രഞ്ജിതയുടെ സഹോദരൻ യാത്ര തിരിക്കുക? തുടർന്നുള്ള നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് സംബന്ധിച്ച് സഹോദരനൊരു വ്യക്തതയുണ്ടോ? അതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായ എന്തെങ്കിലുമൊക്കെ അറിയിപ്പുകൾ ഇദ്ദേഹത്തോട് പങ്കുവച്ചിട്ടുണ്ടോ? രോഹിണി, രഞ്ജിതയുടെ ഇളയ സഹോദരൻ രതീഷാണ് അഹമ്മദാബാദിലേക്ക് പോകുന്നത്. ഉച്ചയ്ക്ക് ശേഷമാകും അദ്ദേഹം അഹമ്മദാബാദിലേക്ക് തിരിക്കുക എന്നാണ് നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഇവിടെ കളക്ടറേറ്റ് മുഖേന ചില നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് ഉച്ചയ്ക്ക് ശേഷം രഞ്ജിതയുടെ ഇളയ സഹോദരൻ, അടൂരാണ് താമസം, രതീഷ് അഹമ്മദാബാദിലേക്ക് പോകും. 3 ദിവസത്തോളം ഈ DNA പരിശോധനാ ഫലം വരാൻ ആവശ്യമാണ്. 72 മണിക്കൂറാണ് സമയം. ഈ സമയം ശേഷം ഔദ്യോഗികമായി DNA പരിശോധനാ ഫലം ലഭ്യമായതിനു ശേഷം രഞ്ജിതയുടെ ഇളയ സഹോദരൻ രതീഷിൻ്റെ DNA ഫലവും ഒപ്പം DNA പരിശോധനാ സാമ്പിളും ഒപ്പം ഈ രഞ്ജിതയുടെ മൃതദേഹത്തിൽ നിന്നുള്ള DNA സാമ്പിളും പരിശോധിച്ചതിന് ശേഷം ചേർത്ത് വച്ചതിന് ശേഷമുള്ള പരിശോധനാ ഫലം ഔദ്യോഗികമായി ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും 3 ദിവസത്തിന് ശേഷമായിരിക്കും മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുക. മൃതദേഹം നാട്ടിലേക്ക് എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ തുടർ ക്രമീകരണങ്ങളൊക്കെ സർക്കാർ തലത്തിലുള്ള അറിയിപ്പുകൾ, നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ നമുക്ക് കുടുംബവുമായോ ബന്ധുക്കളുമായോ സംസാരിക്കുമ്പോൾ ലഭ്യമായിട്ടില്ല. രതീഷ് ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളുമായും സംസാരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ അവർക്ക് കൃത്യമായി തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കാൻ പറ്റുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പോകും എന്നുള്ള വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. എന്തായാലും അവിടേക്ക് പോകുന്നു. ഈ ഔദ്യോഗികമായിട്ടുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മൃതദേഹം എത്രയും വേഗം തന്നെ നാട്ടിലെത്തിക്കുന്നതിനുള്ള, ത്വരഗതിയിൽ തന്നെ നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകും. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു നൽകുമെന്നാണ് ഇന്നലെ വീട് സന്ദർശിച്ച രഞ്ജിതയുടെ പുല്ലാട്ടിലെ വീട്ടിലെത്തിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. ഈ കാര്യത്തിൽ കാലതാമസം ഒന്നും ഉണ്ടാവുകയില്ല. സർക്കാർ തലത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിക്കുന്നതിനുള്ള ആ കാലതാമസം മാത്രം. അത് 3 ദിവസം വേണം, 72 മണിക്കൂറോളം വേണം DNA പരിശോധനാ ഫലം വരാൻ. അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള പരിശോധനകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം കൃത്യമായി തന്നെ ത്വരഗതിയിൽ തന്നെ മൃതദേഹം വീട്ടിലെത്തിച്ച് മറ്റ് സംസ്കാര നടപടികളടക്കമുള്ള കാര്യങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഉണ്ടാകും എന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീട്ടിലെത്തി ബന്ധുക്കളെ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. കളക്ടർ പ്രേം കൃഷ്ണനും ഇന്നലെ വീട്ടിലെത്തിയിരുന്നു. കൃത്യമായി തന്നെ ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തിയിരുന്നു. ജില്ലാ കളക്ടർ മുഖേനയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കുന്നത്. ഇവിടെ നിന്നും ബന്ധു അഹമ്മദാബാദിലേക്ക് എത്തുന്നതും മറ്റു കാര്യങ്ങളുമെല്ലാം ഏകോപനം നടത്തുന്നത് ജില്ലാ കളക്ടർ മുഖേനയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണൻ ഇന്നലെ രഞ്ജിതയുടെ വീട്ടിലെത്തി സന്ദർശനം നടത്തിയ ശേഷം ബന്ധുക്കളെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ രഞ്ജിതയുടെ വീട്ടിൽ രഞ്ജിതയുടെ പ്രായമായ അമ്മയും 2 കുഞ്ഞ് മക്കളുമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇന്ദുചൂടനും 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇതികയുമാണ് വീട്ടിൽ ഉള്ളത്. അവർ അവിടെ വീട്ടിൽ തന്നെയുണ്ട്. മറ്റ് പൊതുപ്രവർത്തകരടക്കം രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ ധാരാളം ആളുകൾ ഇന്നലെ രാത്രി വൈകിയും ഇവിടേക്ക് എത്തുന്നുണ്ടായിരുന്നു. ഇന്ന് മന്ത്രി വീണ ജോർജ് അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തും. ആറന്മുള മണ്ഡലത്തിൽ വീണ ജോർജിൻ്റെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പ്രദേശം കൂടിയാണിത്. MLAയും മന്ത്രിയുമായ വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇനിയുള്ള മണിക്കൂറുകളിൽ ഇവിടേക്ക് എത്തും. വീട്ടിലെത്തി ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തും. കൂടുതൽ കാര്യങ്ങൾ സർക്കാർ തലത്തിൽ, സംസ്ഥാന സർക്കാർ തലത്തിലും ഒപ്പം കേന്ദ്ര സർക്കാർ തലത്തിലുമൊക്കെ നടത്തേണ്ട ഏകോപന പ്രവർത്തനങ്ങളടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി തന്നെ ഇത്തരത്തിലെത്തുന്ന രാഷ്ട്രീയ സാമൂഹ്യ നേതാക്കളെല്ലാം ബന്ധുക്കളുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി കേന്ദ്ര സർക്കാരിൻ്റെ അനുശോചനം രേഖപ്പെടുത്തുകയും എല്ലാവിധ സഹായങ്ങളുമായിട്ട് കേന്ദ്ര സർക്കാർ ഒപ്പമുണ്ടെന്ന് കുടുംബത്തെ അറിയിക്കുകയും ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുകയും അവരെ ആശ്വസിപ്പിക്കുകയും ഏകദേശം അരമണിക്കൂറിന് മുകളിൽ കുടുംബാംഗങ്ങളോടൊപ്പം ചെലവഴിച്ചതിന് ശേഷമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇന്നലെ മടങ്ങിയത്. കുഞ്ഞുങ്ങളെ 2 പേരെയും ആശ്വസിപ്പിച്ചു. അമ്മയെ ആശ്വസിപ്പിച്ചു. അടുത്ത ബന്ധുക്കളെയും സഹോദരനെയും അടക്കം ആശ്വസിപ്പിച്ചു. ഇനി വിദേശത്താണ് മൂത്ത സഹോദരനുള്ളത്. അദ്ദേഹവും നാട്ടിലേക്ക് ഉടൻ എത്തും. ഇന്ന് തന്നെ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. ഇളയ സഹോദരനാണ് അഹമ്മദാബാദിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഈ പത്തനംതിട്ട ജില്ലാ
കളക്ടറേറ്റ് കേന്ദ്രീകരിച്ചുകൊണ്ട് ചില നടപടിക്രമങ്ങൾ, ഔദ്യോഗികമായ ചില നടപടിക്രമങ്ങൾ ഒക്കെ ഉണ്ട്. അത് പൂർത്തീകരിച്ചതിന് ശേഷം ഉച്ചയോടുകൂടി അഹമ്മദാബാദിലേക്ക് പോകും. അവിടെ 3 ദിവസത്തോളം അവിടെ ബാക്കി നടപടിക്രമങ്ങൾ ഔദ്യോഗികമായി തന്നെ മൃതദേഹം ഏറ്റുവാങ്ങി ഇവിടേക്ക് എത്തിക്കും. തീർത്തും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിലാണ് മൃതദേഹങ്ങൾ എല്ലാം ഉള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ DNA പരിശോധനാ ഫലം പ്രാധാന്യം അർഹിക്കുന്നത്. DNA പരിശോധനാ ഫലം ഔദ്യോഗികമായി തന്നെ വേണം എന്നുള്ള കാര്യവും ഉള്ളത്. എന്തായാലും വളരെ ദുഃഖാർദ്രമായിട്ടുള്ള സാഹചര്യത്തിൽ തന്നെ ഈ വാർത്ത അറിഞ്ഞത് മുതൽ ഈ നാട് മുന്നോട്ട് നീങ്ങുകയാണ്. ആ ഞെട്ടൽ ഇപ്പോഴും ഈ വീടിനും വീട്ടുകാർക്കും നാട്ടുകാർക്കും ബന്ധുക്കൾക്കും ഒന്നും വിട്ടുമാറിയിട്ടില്ല. ആ പുതിയ പണി തീർത്ത അടുത്ത മാസം 28-ാം തീയതി ഗൃഹപ്രവേശനത്തിന് തയ്യാറെടുത്ത വീട്, ആ വീട്ടുമുറ്റത്ത് ദുഃഖാർദ്രമായി വിങ്ങലടക്കാൻ കഴിയാതെ രഞ്ജിതയുടെ പ്രിയപ്പെട്ടവരെല്ലാം ഇങ്ങനെ ദുഃഖാർദ്രമായി വൈകാരികമായി നിൽക്കുന്ന കാഴ്ചയാണ് ഇന്നും ഈ ദിവസവും ഇവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. രോഹിണി. ശരി, പത്തനംതിട്ടയിൽ നിന്ന് മിഥുനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.